എലിയെ പേടിച്ച് ഇല്ലം ചൂടാന്നൊക്കെ കേട്ടിട്ടില്ല നമ്മൾ. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ CPM-ന്. കാരണം മുൻപുണ്ടായിരുന്ന മന്ത്രിസഭയിൽ, അതായത് ആദ്യ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ നല്ല ക്വാളിറ്റി ഇല്ല, നല്ല നല്ല മന്ത്രിമാരായിരുന്നു. അതിൽ ശൈലജ ടീച്ചറുടെ SS ഒക്കെ വാനോളായിരുന്നു. ആ സമയത്ത് ശൈലജ ടീച്ചറെ ഒതുക്കാൻ വേണ്ടി മാത്രമാണ് അന്നുണ്ടായിരുന്ന മന്ത്രിസഭാ അംഗങ്ങളെ മൊത്തം 2 ടേം ഇല്ലയെന്നും പറഞ്ഞിങ്ങാണ്ട് അവരെ പുറത്താക്കിങ്ങാണ്ട് പുതിയ ഒരു നിലവാരമില്ലാത്ത മന്ത്രിമാർ. നമുക്കൊരു സാംസ്കാരിക മന്ത്രി ഉണ്ട്, ഒരു സംസ്കാരമില്ലാത്ത മനുഷ്യനാണ് അയാൾ, ഒരു സംസ്കാരമില്ലാത്ത ഇത്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെ അതായത് ശൈലജ ടീച്ചറെ പേടിച്ചിട്ട് ഈ പുതിയ മന്ത്രിസഭ ഉണ്ടാക്കി അതിൽ ഒരു നിലവാരമില്ലാത്ത കുറേ മന്ത്രിമാരെയും കുത്തി നിറച്ച് ഒരു വികസനവും കാണിച്ചില്ല. അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു പ്രളയവും പിന്നെ ആ സുനാമിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിലാണ്ട് കയറി. ഇനിയിപ്പോൾ ഒരു 3 മാസമുള്ളൂ, ഇനിയിപ്പോൾ ഒരു സുനാമിയും പ്രളയവും വരാനില്ല. ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായത് അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ അടുക്കളയിൽ കയറിയിട്ട് പാത്രം കഴുകണ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇനിയുള്ള 3 മാസമെങ്കിലും ജനങ്ങളിലേക്ക് ഇറങ്ങാൻ നോക്കി. അത് ഈ ജനങ്ങളിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുക്കളയിൽ പോയിട്ട് പാത്രം കഴുകി കൊടുക്കലോ ഇതൊന്നല്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. ഈ പ്രവാസികൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ റൂമിൻ്റെ അകത്ത് അവരുടെ പാത്രങ്ങൾ കഴുകാനൊക്കെ ബുദ്ധിമുട്ട്. വീട്ടിലൊക്കെ അവരെങ്ങനെയെങ്കിലുമൊക്കെ കഴുകിക്കോളും. നിങ്ങൾ അങ്ങനെ ഈ പാത്രം കഴുകിയാൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, 1-2 ആൾക്കാർ ഈ ദുബായ് അബുദാബി ഭാഗത്തേക്ക് വിട്. ഞങ്ങളൊക്കെ പണിക്ക് പോയി ഞങ്ങളെ പാത്രങ്ങളൊക്കെ അവിടെ കഴുകണം, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് തിരിച്ചു പോയിക്കോളൂ. അല്ലാതെ ഈ ലുക്കാടി പരിപാടിയിട്ടൊന്നും ഇറങ്ങല്ലേ. നിങ്ങളെ വില കളയരുതട്ടാ. 5 വർഷം അടിപൊളിയായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നേ. VD സതീശൻ ഭരിക്കട്ടെ ഒരു 5 കൊല്ലം, എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാമല്ലോ. ശരി എന്നാൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്.